ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പം നമുക്ക് പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിനുള്ള തേങ്ങ. അപ്പം ആദ്യം ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാമേ. ഇട്ട് കൊടുക്കുവാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ഇതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കാരണം ചെറിയുള്ളി കൂടുതലിടുമ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ. ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കണം. ഈ തേങ്ങ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുവാണ്. ചെറിയുള്ളിയും വെളുത്തുള്ളി, ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. 2 ചെറിയ വെളുത്തുള്ളി, അതും കുറച്ച് ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാവേ. മാങ്ങയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാൻ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പിനൊക്കെ അരക്കത്തില്ലേ, അതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഈ അരപ്പൊന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കാമേ. ഈ തേങ്ങയുടെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. തിളപ്പിക്കേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഉപ്പ് കുറവായിരുന്നു ഇട്ടത്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.